അത്യാവശ്യമായിട്ട് പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോഴാണ് ഇയാളെ അപ്രതീക്ഷിതമായിട്ട് കണ്ടത്. അപ്പോൾ പിന്നെ വാങ്ങി, ഒന്നും നോക്കില്ല. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ പോയ അമ്മ ഓൺ ദി സ്പോട്ട് പ്ലേറ്റ് മാറ്റി. നമുക്കിന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. ഈ മാങ്ങയ്ക്ക് കറക്റ്റ് എന്ത് പേരാളുള്ളതെന്ന് എനിക്കറിയില്ല. മുട്ടിക്കുടിയൻ മാങ്ങ, നിറയെ നാരുള്ള മാങ്ങയായിരിക്കുമല്ലോ. അങ്ങനെ മാങ്ങയ്ക്ക് വാങ്ങി വീട്ടിൽ വന്ന് കയ്യോടെ കഴുകിയെടുത്ത് തോലൊക്കെ അങ്ങ് ഉരിച്ച് ചട്ടിയിലാക്കി. ഈ രണ്ടുപേർക്ക് ചാടാൻ എന്തത്ര മടി. ചട്ടി വരത്തില്ലേ, ചാടിക്കങ്ങട്ട്. അല്ല പിന്നെ ഇനി ഈ മാമ്പഴം വേവിക്കാൻ വെക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, പച്ചമുളക്. പൊതുവേ മാമ്പഴ പുളിശ്ശേരിക്ക് ഒരുപാട് എരിവുണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് ചേർത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്നിങ്ങ് വേവിച്ചെടുക്കുക, ഒരു 10 മിനിറ്റ്. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കര ഉരുക്കിയെടുത്ത വെള്ളം അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വെക്കുക. ഇനി നമുക്ക് വേറെ പണിയുണ്ട്. തേങ്ങ അരയ്ക്കണം. തേങ്ങയിൽ തൈരും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കണം കേട്ടോ. വേറെ ജീരകമോ ഒന്നും ചേർക്കണ്ട, തൈര് മാത്രം. ഒരുപാട് പുളിയുള്ള തൈരും ആവരുത്, എന്നാൽ ഒരുപാട് പുളി കുറഞ്ഞ തൈരും ആവരുത്. നമ്മളെ മാമ്പഴം ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി അടച്ചു വെച്ച് വേവിക്കുന്ന പരിപാടിയില്ല, തുറന്ന് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അതിൽ ചേർത്തിട്ടുള്ള ശർക്കരയുടെ മധുരവും അതുപോലെ ആ നെയ്യും ഒക്കെ നന്നായിട്ട് മാങ്ങയിലേക്ക് അങ്ങോട്ട് പിടിക്കണം. നന്നായിട്ട് കുറുകി ഏതാണ്ട് ഈ ഒരു കളർ ആവണ സമയത്ത്, അതേപോലെ ഈ ഒരു ടെക്സ്ചറിലാവണ സമയത്ത് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് അതിലേക്ക് നമ്മൾ നല്ല കട്ടിക്ക് അരച്ച് വെച്ച തേങ്ങയും തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി എപ്പോഴും നല്ല കട്ടിക്കാണ് ഇരിക്കുക, അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് ചേർക്കണം. മാമ്പഴപ്പുളിശ്ശേരിക്ക് വറുത്തിടുമ്പോൾ നമ്മൾ നെയ്യിൽ തന്നെ വറുത്തിടാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടാന്ന് വിചാരിച്ച് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ ആ കറിയുടെ മണവും രുചിയും ഒക്കെ വ്യത്യാസം വരും. അപ്പം എന്തായാലും നെയ്യിൽ തന്നെ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ഉലുവ എല്ലാം കൂടെ മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് കറി കൂടെ എടുത്ത് ആ വറുത്തിടുന്ന ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് തിരിച്ചിട്ട് വീണ്ടും കറിയിലേക്ക് തന്നെ ഒഴിക്കുക. ഒരു മണം ഇങ്ങോട്ട് വരാണ്ട് എന്തായാലും ട്രൈ ചെയ്തൊക്കെ അല്ലേ. നല്ല അടിപൊളി മാമ്പഴപ്പുളിശ്ശേരി സെറ്റാണ്.